വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് robots.txt robot.txt എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ച എന്താണ് നമുക്കൊരു കീവേഡ് റിസർച്ച് എങ്ങനെ ചെയ്യാം, അതിന് നമ്മൾ 1-2 ടൂൾസ് പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് സൈറ്റ് മാപ്പ് പഠിച്ചു, മെറ്റാഡേറ്റയും മെറ്റാ ഡിസ്ക്രിപ്ഷനും പഠിച്ചു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിന്യൂഷൻ ആണ്. നിങ്ങൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഈ വീഡിയോ നോക്കാം. അപ്പം ഈ സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റുമായിട്ട് ഏകദേശം സെയിം ആണ് robot.txt എന്ന് പറഞ്ഞ ഫയലും. ഈ robot.txt എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ഫയലാണ്. ഇത് എന്താണെന്ന് വെച്ചാല് സെർച്ച് എൻജിൻസിന്റെ ക്രോളേഴ്സ് അല്ലേ, അതായത് നമ്മൾ ക്രോളിംഗ് പഠിച്ചായിരുന്നു. അത് എന്ന് വെച്ചാല് സെർച്ച് എൻജിൻസിന്റെ ബോട്ട്സുകളുണ്ട്, ബോട്ട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ പ്രോഗ്രാംസ് ആണ്. ഇതാണ് ക്രോൾ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. പഴയ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അത് നമ്മൾ പഠിച്ചു. ആ റോബോട്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഫയലാണ് robot.txt, സൈറ്റ് മാപ്പ് പോലെ തന്നെ. അപ്പൊ എന്താണ്, ഈ റോബോട്ട് നമ്മുടെ വെബ്സൈറ്റ് ക്രോൾ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അവർ ആദ്യം നോക്കുന്ന robot.txt ഉണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ഈ ഫയൽ അവർ ആക്സസ് ചെയ്തിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഈ റോബോട്ട്സ് എടുക്കും. അത് വെച്ചിട്ടാണ് ഇവര് ഒരു സൈറ്റ് ക്രോൾ ചെയ്യുന്നത്. അപ്പൊ സൈറ്റ് മാപ്പ് എന്തിനായിരുന്നു? സൈറ്റ് മാപ്പ് ഇതൊരു തിരിഞ്ഞു പോലെ. സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള നമ്മുടെ വെബ്സൈറ്റിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള ഒരു മാപ്പാണ്. ഒരു മാളിൽ കയറുമ്പോൾ ആദ്യം അവിടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് പോലെ ഇന്ന സൈറ്റ് ഇന്ന പേജുകൾ ഉണ്ടെന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് ചില പേജ്, ഇത് robot.txt എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ചില പേജ് നമുക്ക് ക്രോൾ ചെയ്യേണ്ട, ഇത് പബ്ലിക്കലി കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് കാർട്ട് നമുക്ക് ക്രോൾ ചെയ്യേണ്ട. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ മെയിൻ്റെനൻസ് അടക്കാണ് ടെമ്പററി ആയിട്ട് ക്രോൾ ചെയ്യേണ്ട, കാര്യം വെബ്സൈറ്റ് ഫുൾ ആയിട്ട് ക്രോൾ ചെയ്താൽ മതി എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാം. അതായത് ഈ സെർച്ച് എഞ്ചിനെ ഇതിനെ ക്രോൾ ചെയ്ത് ഇൻഡെക്സ് ചെയ്യുന്നതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ഇത് ഒരു റിസൾട്ടിലും വരത്തില്ല. നമ്മളത് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ടിലും ഇത് വരത്തില്ല. അല്ലെങ്കിൽ ചില പേജുകൾ മാത്രം കോൺഫിഡൻഷ്യൽ ആണ്, അത് പബ്ലിക്കിനെ കാണിക്കേണ്ട, അത് ക്രോൾ ചെയ്യേണ്ട, ബാക്കിയുള്ള പേജുകൾ മാത്രം എടുത്താൽ മതി. അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഫയൽ ഉപയോഗിച്ച് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഈ റോബോട്ട്സിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാല് നമുക്ക് ഇന്ന പേജുകൾ മാത്രം ക്രോൾ ചെയ്താൽ മതി, ഇന്ന പേജുകൾ ക്രോൾ ചെയ്യണ്ട എന്ന് പറയാനായിട്ട് പറ്റും. എക്സാമ്പിൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ബോട്ട് വരുമ്പോഴത്തേക്കും നല്ല യൂസർ ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂസർ ഏജന്റ് എന്ന് പറയുന്നത് ഈ ക്രോളേഴ്സ് ആണ്. അതായത് ഗൂഗിൾ ബോട്ട്, യാഹു, MSN അങ്ങനെയുള്ള ക്രോളേഴ്സിനെയാണ് യൂസർ ഏജന്റ് എന്ന് പറഞ്ഞ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഡിസലോ ഉണ്ട്, അലോ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈറ്റ് മാപ്പ് ആഡ് ചെയ്ത് വെക്കാം. മനസ്സിലായി? ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പം ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇത് റോബോട്ട്സിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതൊരു ടെസ്റ്റ് ഫയലായിട്ടാണ്, നമ്മളൊരു നോട്ട് പാഡിന്റെ അകത്തുള്ള ടെസ്റ്റ് ഫയലായിട്ടാണ് നമ്മൾ ഇത് സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന്റെ അകത്ത് കൊടുക്കുന്ന ഡേറ്റ എന്താണ്, നമ്മുടെ റോബോട്ട്സിനുള്ള ഈ ബോട്ട്സിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഏതൊക്കെ പേജ് ക്രോൾ ചെയ്യണം, ഏതൊക്കെ പേജ് ക്രോൾ ചെയ്യണ്ട എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ് robots.txt. ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. റോബോട്ട്സ് നമ്മുടെ സൈറ്റിലേക്ക് വരുന്നു. അതായത് നമ്മളൊരു ബോട്ട്, ഗൂഗിൾ ബോട്ടോ അല്ലെങ്കിൽ MSN ബോട്ടോ നമ്മുടെ സൈറ്റിലേക്ക് വരുന്നു. അത് ആദ്യം വന്ന് ഈ robot.txt എന്ന് പറയുന്ന ഫയല് ആക്സസ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ അകത്ത് പറയുന്നു പേജ് 1 ആക്സസ് ചെയ്യാൻ, പേജ് 2 ആക്സസ് ചെയ്യേണ്ട, പേജ് 3 ക്രോൾ ചെയ്യാൻ. അപ്പം പേജ് 1ഉം പേജ് 3യും ക്രോൾ ചെയ്യും, പേജ് 2 ക്രോൾ ചെയ്യേണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഡിസലോ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പേജ് 2 ക്രോൾ ചെയ്യാത്തത്. ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇതാണ്, യൂസർ ഏജന്റ് സ്റ്റാർ എന്ന് വെച്ചാൽ യൂസർ ഏജന്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ യൂസർ ഏജന്റ് ഏതൊക്കെയാണെന്ന് നമ്മളിവിടെ പറഞ്ഞു. ഈ ക്രോളേഴ്സ് എല്ലാം യൂസർ ഏജന്റ് ആണ്. ഗൂഗിൾ ബോട്ട്, യാഹു. സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ യൂസർ ഏജന്റും, ഡിസലോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഡിസലോ കൊടുത്തിട്ട് 2 ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡിസലോയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എല്ലാത്തിനും ആക്സസ് ചെയ്യാം, എല്ലാ പേജും ആക്സസ് ചെയ്യാം, അതായത് എല്ലാ ബോട്ടുകൾക്കും, അതായത് ഈ നമ്മുടെ യൂസർ ഏജന്റ് ആയിട്ടുള്ള എല്ലാ ബോട്ടുകളും എന്ന് പറഞ്ഞാൽ ഈ യാഹുവിന്റെയും ഗൂഗിളിന്റെയും MSNന്റെയും എല്ലാ ബോട്ടുകൾക്കും സ്വാഗതം. അവർക്കെല്ലാം ഇതിനകത്ത് വെൽക്കം ചെയ്യണം നമ്മൾ. എന്നിട്ട് ഡിസലുവിന്റെ അകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആക്സസ് ചെയ്തോളാനായിട്ടാണ് പറയുന്നത്. ഇനി ഒരു പേജ് നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ ഈ ഡിസലുവിന്റെ അടുത്ത് ഒരു സ്ലാഷ് കൊടുത്താൽ മതി. ഇത് കണ്ടോ, ഈ ഒരു സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒന്നിനെ നമ്മുടെ സൈറ്റിന് ഇപ്പൊ ഒരു മെയിൻ്റെനൻസ് നടക്കുവാണ്. ഒരു യൂസർ ഏജന്റും ഒരു ബോട്ടും ഇത് ആക്സസ് ചെയ്യേണ്ട, ഒരു സെർച്ച് എഞ്ചിന്റെ റിസൾട്ട് ഇത് കാണിക്കേണ്ട തൽക്കാലത്തേക്ക്. അങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ഡിസലു ഒരു സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫുള്ള് എല്ലാ വെബ്സൈറ്റും എല്ലാ പേജിനും
നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം നേരെ വന്നൊരു ബോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് ക്രോൾ ചെയ്യത്തില്ല, നമ്മുടെ വെബ്സൈറ്റ് ക്രോൾ ചെയ്യത്തില്ല. എല്ലാ പേജും നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒരു സ്ലാഷ് കൊടുത്തില്ലെങ്കിലോ ഇതെല്ലാം ആക്സസ് ചെയ്യും. കാര്യം ഇവിടെ ആക്സസിന് ഡിസലവിന്റെ അത് ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം അലോ ചെയ്യാനായിട്ടാണ്, ചെയ്തോളാനായിട്ടാണ്. ഫുൾ പേജും ക്രോൾ ചെയ്യും. ഇത് കണ്ടോ, ഇതാണ് ഒരു ഫോർമാറ്റ്. നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ താഴത്തെ നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. മുകളിൽ നോക്കിയാൽ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ ഇട്ടാൽ മതി. യൂസർ ഏജന്റ് സ്റ്റാർ ഡിസലോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇൻഡെക്സിങ് എവറിത്തിങ് ആണ്. എല്ലാം നമ്മുടെ പേജ് ഫുള്ള് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് യൂസർ ഏജന്റ് ഫുള്ള് യൂസർ ഏജന്റിന് നമുക്ക് വേണ്ട. അപ്പൊ ഗൂഗിൾ ബോട്ടിന് മാത്രമുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പേര് സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇതുണ്ടോ, ഇവിടെ താഴെ നോക്കിയേ യൂസർ ഏജന്റ് ഗൂഗിൾ ബോട്ട് എന്ന് മാത്രം പറയാം. എന്നിട്ട് ഡിസലോ ഒരു പേജ് മാത്രം പറഞ്ഞു കൊടുക്കാം. ഡിസലോ ഒരു പേജ്. ഇത് കണ്ടോ, ഇപ്പൊ അതുപോലെ തന്നെ ഇവിടെ യൂസർ ഏജന്റ് ഒരു വേറെ ഒരു ബോട്ടിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അത് ഇതിന്റെ അകത്തേക്ക് ഒന്നും ക്രോൾ ചെയ്യണ്ട എന്നുള്ളതാണ്. ഒരു പേജും ക്രോൾ ചെയ്യണ്ട. ഇതും പറഞ്ഞിരിക്കുന്ന ഈ ഒരു യൂസർ ഏജന്റ് മീൻസ് ബോട്ട്. അപ്പൊ ആ ഒരു ബോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതൊന്നും ക്രോൾ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഈ ഒരു പേജ് ഒഴിച്ച് ബുൾപെൻ എന്ന് പറഞ്ഞ ഒരു പേജ് ഒഴിച്ച് ബാക്കിയെല്ലാം അലോഡ് ആണെന്നാണ്. ഡിസലോ ഇതൊരെണ്ണേ ഉള്ളൂ. കണ്ടോ, ഇതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. കണ്ടോ, ഇപ്പൊ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ യാഹുവിന്റെയോ ഗൂഗിളിന്റെയോ MSNന്റെയോ ഒരു ക്രോളർ വരും. അത് ഫസ്റ്റ് വന്നിട്ട് robot.txt ഫയലിൽ കയറും. അത് നോക്കുമ്പോഴത്തേക്കും ഏതൊക്കെ അലോഡ് ആണെന്ന് ഇവിടെ മനസ്സിലാവും. അപ്പൊ ഫുൾ അലോ ആണെങ്കിൽ അതിന് മനസ്സിലായി ഫുൾ അലോ ആണ്. അപ്പൊ എല്ലാ പേജിലും ഇങ്ങനെ കയറി ക്രോൾ ചെയ്ത് പോകും. ഇനി നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് robot.txt അത് വരുമ്പോഴത്തേക്കും ചില പേജുകൾ അതായത് ഈ വെബ്സൈറ്റിന്റെ അകത്ത് robot.txt ഇല്ലെന്നുണ്ടെങ്കിലാണ് ഇത് വരുന്നത്. കണ്ടോ, robot.txt ഇല്ലെങ്കിൽ നോർമലി വന്ന് അത് എല്ലാ പേജും ക്രോൾ ചെയ്ത് ഡേറ്റ എടുത്തോണ്ട് പോകും. ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് കുറെ കാർട്ടോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അതൊന്നും എടുത്തോണ്ട് പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് കോൺഫിഡൻഷ്യൽ ഡേറ്റ ഉണ്ട്, അത് എടുത്തോണ്ട് പോകേണ്ട ആവശ്യമില്ല. എല്ലാരും കാണേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ robot.txt കൊടുക്കുന്നത്. അപ്പൊ ഈ robot.txt എന്നുള്ള ഫയൽ ഉണ്ടെങ്കിൽ നേരെ ഈ ബോട്ട് വന്നിട്ട് ആദ്യം എന്ത് ചെയ്യും, ഈ robot.txt കയറിയിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഡേറ്റ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ ചില പേജുകൾ ഈ അഡ്മിൻ എന്ന് പറയുന്ന പേജ് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, അത് ക്രോൾ ചെയ്യത്തില്ല, അത് ഒരു റിസൾട്ടിലും കാണിക്കത്തില്ല. അപ്പൊ നമ്മുടെ സൈറ്റിനെ പറ്റി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് അതിന്റെ അകത്ത് കാണിക്കത്തില്ല, ഈ റിസൾട്ട് വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ക്രോൾ ചെയ്യത്തില്ല. ബാക്കിയുള്ള പേജുകൾ അലോ ആയിട്ടുള്ള പേജുകൾ മാത്രം ക്രോൾ ചെയ്തെടുക്കും. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇനി ഇത് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഒരു robot.txt ഫയൽ എങ്ങനെ ജനറേറ്റ്. ഇപ്പം ഈ robot.txt ഫയൽ നമ്മുടെ ഒരു സൈറ്റിലുണ്ടോ എന്ന് അറിയാൻ നമ്മൾ സൈറ്റ് മാപ്പ് ചെയ്തതുപോലെ തന്നെ ഈ റോബോട്ട് സ്മോൾ ലെറ്ററിലാണ്. ഇതെല്ലാം സ്മോൾ ലെറ്ററിൽ കൊടുക്കാവുള്ളൂ. കേസ് സെൻസിറ്റീവ് ആണ്. നമ്മൾ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഈ robot.txt ഫയലിന് തന്നെ സ്മോൾ ലെറ്റർ ക്രിയേറ്റ് ചെയ്യാവുള്ളൂ. ഇത് മാത്രമേ എടുക്കത്തുള്ളൂ. ഇത് ആറൊക്കെ ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എടുക്കത്തില്ല. അപ്പൊ നമുക്കൊരു വെബ്സൈറ്റിന് robot.txt ഫയൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സൈറ്റ് മാപ്പ് നോക്കിയതുപോലെ തന്നെ ഇവിടെ കേട്ടോ, ഇവിടെ ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആ വെബ്സൈറ്റിന്റെ പേര് കൊടുക്കുക. അതിനുശേഷം ഇവിടെ robot.txt ഫയൽ എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫയൽ കിട്ടും. ഇവിടെ കണ്ടോ, യൂസർ ഏജന്റ്, മീഡിയ പാർട്ണർ ഗൂഗിൾ, അത് അങ്ങനെയുള്ള ഇവര് ഓരോ ബോട്ടിന്റെയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് ഡിസലോ ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അലൗഡ് ആണ്. അടുത്ത അബ്സല്യൂട്ട് ഗൂഗിൾ എല്ലാം അലൗഡ്. ആർട്സ് ബോട്ട് എന്ന് പറഞ്ഞ ഈ ബോട്ടിന് എല്ലാം അലൗഡ് ആണ്. അതുപോലെ ഗൂഗിൾ ബോട്ട് ഇമേജ് എന്ന് പറഞ്ഞ ബോട്ടിന് എല്ലാം അലൗഡ് ആണ്. ഇവിടെ കണ്ടോ, യൂസർ ഏജന്റ് സ്റ്റാർ വ്യൂ കാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസലോ വ്യൂ കാർട്ട് എന്ന് വെച്ചാൽ വ്യൂ കാർട്ട് എന്ന് പറഞ്ഞത് മാത്രം എല്ലാത്തിനും ഡിസലോ ആണ്. സ്റ്റാർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കണ്ടോ, സ്റ്റാർ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എല്ലാത്തിനും ഡിസലോ ആണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിപ്പോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് നമ്മൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവണം ഇതിനകത്ത് ഏതൊക്കെയാണ് ഡിസലോ. ഇതിനകത്താണ് ഡിസലോ എന്ന് വെച്ചാൽ ഈ പേജ് ഫുള്ള് കൊടുക്കണം. നമുക്ക് ഒരു പേജ് ഡിസലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഫുള്ള് കൊടുക്കണ്ട. അവിടുത്തെ ഈ സബ് URL മാത്രം കൊടുത്താൽ മതി. എക്സാമ്പിൾ ഒരു പേജ്, ഈ പേജ് ഇപ്പൊ നമുക്ക് ഡിസലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈറ്റിൽ ഇത്ര URL അല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തൊട്ട് കൊടുത്താൽ മതി. ഈ സബ് URL ഇത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ഡിസലോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. കാരണം ഇവിടെ കണ്ടോ,
റിവ്യൂസ് ഡിസലോ ആണ്. ആ പേജ് റിവ്യൂ എന്ന് പറഞ്ഞ പേജ് ഡിസലോ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അതുപോലെ സ്റ്റോർ എന്ന് പറഞ്ഞ പേജ് ഡിസലോ ആണ്. അതാരും സ്ക്രോൾ ചെയ്യേണ്ട. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെ നമുക്കൊരു robots.txt ഫയൽ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമ്മൾ ഗൂഗിളിൽ വരിക. ഗൂഗിളിൽ വന്നിട്ട് robot.txt ക്രിയേറ്റർ എന്ന് പറഞ്ഞ സൈറ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഒരു കീവേഡ് കൊടുക്കുക robot.txt ക്രിയേറ്റർ. അപ്പൊ ഇതിൽ വരുന്ന ഏതെടുത്താലും നമുക്കത് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യുക. റൈറ്റ് ബട്ടൺ കൊടുത്ത് ന്യൂ ടാബ് കൊടുക്കുക. അപ്പൊ അത് ഇങ്ങനെ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മൾ സിമ്പിൾ ആണ്. നമ്മൾ സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്തത് പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫുൾ അലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫുൾ അലോ കൊടുക്കുക. അലോഡ് കൊടുക്കുക. ഇവിടെ എഴുതണ്ട. ഇതൊന്നും ചെയ്യണ്ട. ഈ സ്ക്രോൾ ടൈം ഡീഫോൾട്ട് കൊടുത്താൽ മതി. നോൺ ഡിലേ അത് മാത്രം ഇട്ടാൽ മതി. ഇത് അലൗഡ് ആണെങ്കിൽ എല്ലാ സൈറ്റിനും എല്ലാ ബോട്ട്സിനും സെർച്ച് ബോട്ട്സ് ഇതൊക്കെയാണ്. ഇത് എല്ലാം അലൗഡ് ആണ്. അലൗഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് robots.txt എല്ലാ സൈറ്റും ഇങ്ങനെ തന്നെയുള്ള ഓപ്ഷൻ ആയിരിക്കും. അത് കഴിയുമ്പോൾ ഇവിടെ ക്രിയേറ്റ് ആവും. കണ്ടോ? യൂസർ ഏജന്റ് സ്റ്റാർ ഡിസലോ ഒന്നുമില്ല എന്ന് പറഞ്ഞ എല്ലാ പേജും എല്ലാ ബോട്ടിനും അലൗഡ് ആണ്. അവർക്ക് എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിനൊരു സൈറ്റ് മാപ്പ് കൂടെ കൊടുക്കണം. സൈറ്റ് മാപ്പ് കൊടുക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? സൈറ്റ് മാപ്പ് കൊടുക്കുമ്പോൾ എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റിന് ഒരു വെബ്സൈറ്റ് എടുക്കുന്നു. അതിന്റെ സൈറ്റ് മാപ്പ് എടുക്കാൻ അറിയാലോ. നമ്മുടെ വെബ്സൈറ്റിന്റെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതെങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നും ഉള്ള കാര്യങ്ങൾ, സൈറ്റ് മാപ്പ് എന്താണെന്നുള്ള കാര്യങ്ങൾ മുന്നത്തെ വീഡിയോയിലുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അപ്പൊ ഈ സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്കറിയാലോ. ഒരു മാളിൽ ചെല്ലുമ്പോഴത്തെ അതിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു സൈറ്റ് മാപ്പ് വെച്ചിട്ടുണ്ട്. ആ മാളിന്റെ എവിടേക്കാണ് ഇന്ന ഷോപ്പുകൾ ഉള്ളത്, എവിടേക്കാണ് ലിഫ്റ്റ് ഉള്ളത്, സ്റ്റെപ്പ് ഉള്ളത്, ഇതൊക്കെയാണ്. ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ബോർഡ്സിന് ഇത് കറക്റ്റ് ആയിട്ട് സൈറ്റ് മാപ്പ് പെട്ടെന്ന് ക്രോളിങ്ങിന് സഹായിക്കും. എന്ന് വെച്ചാൽ ഈ സൈറ്റ് മാപ്പ് നോക്കി ഇപ്പം 2000 പേജിന്റെ ഒറ്റയടിക്ക് അതിനുള്ള ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഈ സൈറ്റ് മാപ്പ് കൂടെ ഇതിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം, ഈ robot.txt ഫയലിലേക്ക് ഇത് വരുമ്പോഴത്തേക്കും ഏതൊക്കെ അലൗഡ് ആണെന്നും അതിനുശേഷമുള്ള സൈറ്റ് മാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ സൈറ്റ് മാപ്പ് വെച്ചിട്ട് അതിന് പെട്ടെന്ന് ക്രോൾ ചെയ്യാനും പറ്റും. അപ്പൊ നമ്മുടെ സൈറ്റ് മാപ്പ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ഫയൽ കൊടുക്കുക. ക്രിയേറ്റ് robot.txt കൊടുക്കുക. അപ്പൊ അത് ഇവിടെ വരും. കണ്ടോ? നമ്മുടെ സൈറ്റ് മാപ്പ്. ഇതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നേരെ ഇവിടെ വരുന്നു. സോറി, ഇവിടെ വന്നിട്ട് ഇത് നോക്കുമ്പോൾ എല്ലാം അലൗഡ് ആണ്. അല്ലെങ്കിൽ ഡിസലോ ആണെങ്കിൽ ആ ഒരു പേജ് മാത്രം, ആ പേജുകൾ ഇവിടെ ആഡ് ചെയ്ത് എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. ഇതുപോലെ ഡിസലോ ഇതുപോലെ എത്ര ടാഗ് വേണമെങ്കിലും നമുക്ക് കൊടുത്താൽ അതിന്റെ ഡിസലോ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ താഴെ ഇങ്ങനെ കൊടുത്താൽ മതി. മനസ്സിലായോ? അതിന്റെ അകത്ത് ഫുൾ URL വേണ്ട. ഡിസലോ ചെയ്യുമ്പോൾ അതിന്റെ സബ് URL മാത്രം മതി. അതായത് ഈ ഒരു പേജ് മാത്രമാണെങ്കിൽ ഇത് മാത്രം കൊടുത്താൽ മതി. ഓരോന്നിന്റെയും ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ല, അതായത് ഈ ഒരു പേജ് മാത്രമാണ് നമുക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഈ സബ് URLന്റെ ഡീറ്റെയിൽസ് മാത്രം മതി. ഫുൾ URL കൊടുക്കണ്ട. ഈ മെയിൻ URL അവിടെ ഇരുന്നോട്ടെ, ഡൊമൈൻ അവിടെ വേണ്ട. അതിനുശേഷമുള്ള പാർട്ട് മാത്രം, ഇത് മാത്രം കോപ്പി ചെയ്യുക. ആ ടെക്സ്റ്റ് ഫയലിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇതിന്റെ അകത്ത് ഇതുപോലെ നമുക്ക് എത്ര എണ്ണം ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ വന്നു, ഇത് കിട്ടി. നമുക്ക് ഇത് ഒരെണ്ണം ഇതാണ് എക്സാമ്പിൾ. നമുക്ക് തന്നെ ഇത് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിങ്ങ് കോപ്പി ചെയ്യുക. ഇതൊരു കോപ്പി ചെയ്തിട്ട് ഒരു നോട്ട് പാഡ് എടുക്കുക. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ട് പാഡ് എന്ന് ടൈപ്പ് ചെയ്ത് നോട്ട് പാഡ് വരുമല്ലോ. നോട്ട് പാഡ് എടുക്കുക, അതിലേക്ക് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഇതിപ്പോ ഇവിടെ തൊട്ട് മതി കേട്ടോ. ഇത് അവരുടെ ആഡ് ആണ്, അത് വേണ്ട. നമുക്ക് ഇവിടെ തൊട്ട് ഇത്രയും കാര്യങ്ങൾ കോപ്പി ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഒരു പേജ് കൂടെ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിസലോ ചെയ്യണം. അങ്ങനെ ഇത് കോപ്പി ചെയ്യുക, എൻ്റർ ചെയ്യുക, ഒന്നുകൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഡിസലോ ചെയ്യേണ്ട ഒരു സ്ലാഷ് കൊടുക്കുക. അതിനുശേഷം ഈ ഡിസലോ ചെയ്യേണ്ട URL നമ്മളെ ഏത് URL ആണോ അതിന്റെ സബ് എടുക്കുക. എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളൊരു സൈറ്റിൽ കയറിയല്ലോ, അതുകൊണ്ടാണ് ഈ സബ് URL എടുക്കുന്നത്. ഓൾറെഡി നമ്മുടെ സൈറ്റിലാണ് ഇത് നിൽക്കുന്നത്, ഈ ബോട്ട്. അതുകൊണ്ടാണ് അതിന്റെ സബ് URL മാത്രം കൊടുത്താൽ മതി എന്ന് പറയുന്നത്. ഒരു സ്ലാഷ് കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. അപ്പൊ ഇതിന് മനസ്സിലാവും. ഈ ഒരു ഇതിപ്പം സ്റ്റാർ കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ ബോട്ടുകളും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ URL പിന്നെ സെർച്ച് ബോട്ടുകൾക്കും നമ്മൾ വെൽക്കം ചെയ്യാണ്. അവർക്ക് ഈ ഒരു പേജ് വെച്ച് ഡിസലോ ഈ ഒരു പേജ് അവർക്ക് സ്ക്രോൾ ചെയ്യാൻ അനുവാദമില്ല. ബാക്കിയുള്ള പേജ് എല്ലാം സ്ക്രോൾ ചെയ്യാം. ഇനി വേറൊരു പേജിലൂടെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ സെയിം വേ നമ്മൾ ഈ വീണ്ടും എടുക്കുന്നു. ഇത്രയും നമ്മൾ കോപ്പി ചെയ്യുന്നു. ഡിസലോ ആയിട്ടുള്ള പേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇതെന്താ സംഭവിക്കുന്നത്? നേരെ വന്ന്
നമ്മുടെ ഈ സെർച്ച് ബോട്ട് നമ്മുടെ robots.txt വരും. എന്നിട്ട് നോക്കും ഇത് സ്റ്റാർ ഓക്കെ എല്ലാ ബോട്ടുകളെയും വെൽക്കം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏതാണ് ഡിസലോ ചെയ്തിട്ടുള്ള പേജുകളെല്ലാം നോക്കും. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ളത് എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഈ സൈറ്റ് മാപ്പ് കിട്ടും. കണ്ടോ, ഇവിടുന്ന് തന്നെ സൈറ്റ് മാപ്പും അതിന് കിട്ടി. അപ്പൊ ഇത് നേരെ സൈറ്റ് മാപ്പ് ചെയ്യാനും ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ക്രോൾ ചെയ്യും. ഇതാണ് ഇതിന്റെ ഒരു. എന്നിട്ട് ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇത് നേരെ സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് TST എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്, അത് കളയണ്ട. ഈ സ്റ്റാർ കളയുക. അതിനുശേഷം റോബോട്ട്സ് എസ് കൂടെ കൊടുക്കണം. robots.txt എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യുക എവിടെയെങ്കിലും. അതിനുശേഷം നമ്മുടെ FTP സോഫ്റ്റ്വെയർ നമ്മൾ പഴയ ക്ലാസ്സിൽ കണ്ടായിരുന്നല്ലോ, ഒരു FTP സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ സൈറ്റ് മാപ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത അതേ ഫോൾഡറിൽ തന്നെ public.html എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമ്മൾ അന്ന് പഠിച്ചായിരുന്നു. ഒരു HTML ഇതെടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യം HTML-നകത്ത് കയറിയിട്ട് public.html എന്ന് പറഞ്ഞ ആ ഫോൾഡറിലേക്ക് കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ HTML-ന്റെ ഒരു ക്ലയന്റ് എടുക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ എന്താ കാണിക്കുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറും റൈറ്റ് സൈഡിൽ നമ്മുടെ വെബ് സെർവറിന്റെ ആണെന്ന് പറഞ്ഞു. സൈറ്റ് മാപ്പിന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അതൊന്ന് കാണുക. അപ്പൊ അതിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഫയല് വെബ്സൈറ്റിന്റെ വെബ് സെർവറിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ആ സൈറ്റ് മാപ്പ് അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ public.html-ലേക്ക് തന്നെ ഇതും നമ്മുടെ ഈ ഫയല് robots.txt അപ്ലോഡ് ചെയ്യുക. കണ്ടിട്ടില്ല, ആ വീഡിയോ ഒന്ന് കാണുക. അതിനുശേഷം നിങ്ങളിപ്പോ ഒരു URL ഡിസലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറഞ്ഞ ഒരു ടൂൾ നമ്മൾ പഠിച്ചില്ലേ, ആ ടൂളിൽ പോയിട്ട് നമ്മൾ ഇതാണ് ഗൂഗിൾ സെർച്ച്. അപ്പൊ അവിടെ നമ്മൾ ഓരോ URL ആയിട്ട് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാവുന്ന പറഞ്ഞു. നമ്മൾ ഓൾറെഡി ഒരു ബ്ലോക്ക് ചെയ്ത URL ആണ് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഗൂഗിൾ സെർച്ച് കൺസോളിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് എങ്ങനെ നമുക്ക് ഗൂഗിൾ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിനെ നോക്കിക്കാണുന്നതെന്നും നമുക്ക് എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു വെബ്സൈറ്റിന്റെ ഒരു പേജ്, ഇപ്പൊ നമ്മളൊരു ബ്ലോക്ക് ചെയ്ത ഒരു പേജ് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. കണ്ടോ, ബ്ലോക്ക്ഡ് ബൈ robots.txt എന്ന് പറഞ്ഞ് കാണിക്കും. മനസ്സിലായോ? ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ അത് ശ്രദ്ധിക്കേണ്ടത്, ഈ robot.txt ഫയല് സേവ് ചെയ്യുമ്പോൾ, അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സേവ് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേസ് സെൻസിറ്റീവ് ആണ്. അത് ആ കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ robot.txt എന്ന് തന്നെ സ്മോൾ ലെറ്ററിൽ തന്നെ കൊടുക്കണം. മനസ്സിലായോ? കേസ് സെൻസിറ്റീവ് ആണ്. ഇത് പബ്ലിക് ഫോൾഡറിൽ, അതായത് നമ്മുടെ സൈറ്റ് മാപ്പ് അപ്ലോഡ് ചെയ്ത പബ്ലിക് ഫോൾഡറിൽ തന്നെ മസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. വേറെ എവിടെയും കൊണ്ടൊന്നും അപ്ലോഡ് ചെയ്യരുത്. പിന്നെ നമുക്ക് ഓരോ സബ് ഡൊമൈനും ബ്ലോക്ക് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. അടുത്തത് ഇപ്പൊ ഒരു പേജിലൂടെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അത് വീണ്ടും ഇത് കോപ്പി ചെയ്ത് അടുത്തടുത്ത താഴേക്ക് കൊടുത്താൽ മതി. പിന്നെ ഇതിന്റെ പർപ്പസ് മനസ്സിലായല്ലോ. ദ ഫയൽ ടെൽ സെർച്ച് എഞ്ചിൻ ക്രോളേഴ്സ് വിച്ച് URL ക്യാൻ ആക്സസ് ഓൺ ദ സൈറ്റ് എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ URL നമുക്ക് ഒരു വെബ്സൈറ്റ് ഒരു ബോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ ആക്സസ് ചെയ്യാമെന്ന് അതിനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ robot.txt. അപ്പൊ ഇത് അതിനുശേഷം ഈ സൈറ്റ് മാപ്പ് കൂടെ കിട്ടുമ്പോഴത്തേക്ക് ഇത് നേരെ വന്ന് ഈ സൈറ്റ് മാപ്പ് ആക്സസ് ചെയ്ത് അതിന് മൊത്തത്തിൽ പെട്ടെന്ന് ക്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ കാണിച്ചേക്കുന്നുണ്ടോ, ആദ്യം കാണിച്ചേക്കുന്ന ഈ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ ഏജന്റ് അലോ ഡിസലോ വേണ്ട ഡിസലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഒരു പേജ് മാത്രം ഡിസലോ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാം അലോ ചെയ്യും. അതിനുശേഷം നമ്മൾ സൈറ്റ് മാപ്പ് കൊടുക്കുമ്പോൾ ഈ റോബോട്ട് വന്ന് ഇത് നോക്കിയിട്ട് ഈ സൈറ്റ് മാപ്പ് ആക്സസ് ചെയ്യും. ഇതാണ് കോൺസെപ്റ്റ്. വളരെ സിമ്പിൾ ആണ്. സൈറ്റ് മാപ്പ് പോലെ തന്നെയാണ് robot.txt. അപ്പൊ ഇത് എന്തിനാണെന്നുള്ളതും robot.txt എന്താണെന്നും നിങ്ങൾ അത് ക്രിയേറ്റ് ചെയ്തും പഠിക്കുക. എന്നിട്ട് ഓരോ വെബ്സൈറ്റിനെയും കയറിയിട്ട് ഈ robot.txt ഫയല് ചെക്ക് ചെയ്യുക. ഇപ്പം നമ്മള് ഇപ്പം ഒന്ന് രണ്ട് സൈറ്റുകളിലെ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സൈറ്റ് /robot.txt ഇത് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഈ സ്മോൾ ലെറ്റർ തന്നെ കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഇത് കിട്ടും. അതിൽ കയറി നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്യണം. ഇത് എങ്ങനെയാണ് ഇവർ കൊടുത്തിരുന്നത്. ഓരോന്നും ഡിസലോ എന്ന് കൊടുത്തിട്ട് ഒന്നും കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാ ഈ ഒരു ബോട്ടിന് സെപ്പറേറ്റ് ഇവർ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഡിസലോ ഇതിന്റെ അകത്തൊന്നും കൊടുത്തില്ല. അപ്പൊ ഈ ബോട്ടിന് ഇതിന്റെ അകത്ത് എല്ലാ പേജും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ചില വെബ്സൈറ്റ് പേജുകൾ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ കൊടുക്കാം, ഡിസലോ ആ പേജ്. ഇവിടെ ഈ പേജ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് ഫുൾ അലൗഡ് ആണ്. അല്ലെങ്കിൽ ഇവിടെ സ്ലാഷ് കൊടുക്കണം. സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പേജും അലൗഡ് അല്ല. അങ്ങനെയാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഐഡിയ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഇതില്ലേ
ഈ ഇമേജുകൾ, ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഇമേജുകളില്ല, ഈ ഇമേജുകൾ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇത് കണ്ടോ, ഇതിന് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇമേജ് മാത്രമായിട്ട് ബ്ലോക്ക് ചെയ്യാം. അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ URL ന്യൂ ഇമേജ് എന്ന് കൊടുക്കുക. അപ്പൊ തന്നെ ഇതിന്റെ സൈറ്റിന്റെ തണ്ട ഈ ഇമേജിന്റെ URL കിട്ടും. ഈ ഇമേജിന്റെ URL ഇത്രയും കൊണ്ടുപോയിട്ട് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് ഡിസലൂവിന്റെ അകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അവിടെ കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഇമേജ് ക്രോൾ ചെയ്യണ്ട, ഒരു ബോട്ടും ഇത് ക്രോൾ ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് ഇത് ഇമേജ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ robot.txt വെച്ചിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് robot.txt. അപ്പൊ ഇത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇത് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ ഈ ടൂളുകൾ ഉപയോഗിച്ച് നോക്കുക, ജനറേറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ robot.txt ഫയലുകൾ ഓരോരോ വെബ്സൈറ്റിന്റെ വലിയ വലിയ വെബ്സൈറ്റിന്റെ robot.txt ഫയൽ ഒന്ന് എടുത്തിട്ട് അത് നിങ്ങളൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്.